ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ അതില്ല എന്ന് പറഞ്ഞാൽ ചിലർ പറയും പ്രസംഗിപ്പിച്ചില്ല എന്ന്. അത് സമയത്തിന്റെ കുറവുമൂലാന്ന് പറഞ്ഞാൽ അത് വേറെ വാർത്തയാവും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ CPM പ്രൊഫൈലിലൊക്കെ വലിയ ആഘോഷമാണ്. കുറ്റ്യാടിയിൽ വലിയ എന്തോ സംഭവം നടന്നു. കുറ്റ്യാടിയിൽ വലിയൊരു സംഭവം നടക്കും. അത് ഇപ്പോഴല്ല, അത് മെയ് മാസം വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ കാണും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വകാര്യം പറയാ, വേറെ ആരോടും പറയണ്ട. ഇതിപ്പോൾ ഏതാണ്ട് നമ്മുടെ പര്യടനമൊക്കെ പോലെ തന്നെയായി. 4:30 മണി മുതൽ എത്തി കാത്തിരുന്നാണ് 8:30 മണിയായി. വഴിയിലുടനീളം ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വഴിയിലുടനീളം സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല, ജനത നെഞ്ചേറ്റിയ ജാഥയാണ്. ഞാൻ ആലോചിച്ച് ഈ കുറ്റ്യാടി പരിപാടിയുടെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് തള്ളിമറിക്കാൻ മാത്രം CPMകാർക്ക് ഇപ്പം എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവരുടെ ജാഥയുടെ ഫോട്ടോ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ അതിൽ ജാഥാ നായകൻ പ്രസംഗിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒഴിഞ്ഞ കസേരകളാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പുതുയുഗ യാത്രക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കേരളത്തിന് പുതുയുഗം സാധ്യമാണ്. അത് സാധ്യമാക്കുമ്പോ ഈ ജനതയും തീരുമാനിക്കുന്നു അതിന് കൈവന്തിക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു UDFന്റെ MLA ഉണ്ടാകുമെന്ന് ഈ ജനത പ്രഖ്യാപിക്കുക. DC പ്രസിഡന്റ് ചേമഞ്ചേരി പിടിച്ചോ, ചെങ്ങോട്ടുകാവ് പിടിച്ചോ പ്രസിഡന്റ്, പിടിച്ചോ, തിക്കോടി പിടിച്ചോ പ്രസിഡന്റ്, പിടിച്ചോ. മൂടാടിയും പിടിച്ചത് അത് മറ്റേ ഏർപ്പാടും കൊണ്ടാണ് ഇതിലെ കള്ളത്തരം. അതും നമുക്ക് ഭരണത്തിൽ വരുമ്പോ ശരിയാക്കാം. പയ്യോളി മുനിസിപ്പാലിറ്റി പിടിച്ചോ, അതും നിലനിർത്തി. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി തന്നെ 1-2 സീറ്റിന്റെ, അതും 100-ൽ താഴെ വോട്ടിന്റെ സാരല്ല, കുറച്ചും കൂടെ ജോലി ചെയ്തിട്ട് അതിന്റെ കുറവും കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർക്കുവോ? വാക്കാണോ? ഈ ജാഥ വർഗീയത പറയുന്ന ജാഥയല്ല, ഈ ജാഥ വിദ്വേഷം പറയുന്ന ജാഥയല്ല. ഇത് ഭാവി കേരളത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന വാക്കാണ്, ഉറപ്പാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുക, ബാക്കി നിങ്ങൾ നോക്കിക്കോളല്ലോ. ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറ, കൊയിലാണ്ടി പിടിച്ചെടുക്കൂലേ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ മഠത്തിൽ അബ്ദുറഹ്മാൻ, നമ്മുടെ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ സണ്ണി ജോസഫ് MLA, നമ്മുടെ ജനകീയനായ നമ്മുടെ MP ശ്രീ ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീ പാറക്കൽ അബ്ദുള്ള, ശ്രീ TT ഇസ്മായിൽ, ശ്രീ റസാഖ് മാഷ്, ശ്രീ പുന്നക്കൽ, ശ്രീ N സുബ്രഹ്മണ്യം, നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, എൻ്റെ പോരാളികളായ എൻ്റെ സഹപ്രവർത്തകർ, നമ്മൾ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിന് കൊയിലാണ്ടിയിൽ നിന്ന് കിട്ടിയ ഊർജം എത്രയാണ് എന്നെനിക്ക് പറയാൻ വയ്യ. ഞാൻ നിരവധി യാത്രകളുടെ മുഖ്യ സംഘാടകനായി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കൊയിലാണ്ടിയിൽ നൽകിയ ഒരു സ്വീകരണം ഇത്രയും വൈകി വന്നിട്ടും ഇത്രയും വലിയ സ്വീകരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കൊയിലാണ്ടി നടത്തുന്ന പ്രഖ്യാപനമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ അത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 14-ൽ 9 നേടിയതാണ്, ട്രെൻഡ് എതിരായിരുന്നപ്പോൾ. ഈ പ്രാവശ്യം 14-ൽ 14 നേടുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, മലപ്പുറത്ത് 16-ൽ 16 നേടുമെന്ന് പറഞ്ഞു. പിന്നെ പത്തനംതിട്ട, ഇടുക്കി മുഴുവൻ സീറ്റുകളും നേടുന്ന ജില്ലകളുണ്ട്. അതിൻ്റെ കൂടെ വിസ്മയകരമായ രീതിയിലാണ് കോഴിക്കോട് മുന്നോട്ട് വരുന്നത്. വെറുതെ പറയല്ല, അത്ര ഗംഭീരമായ വിജയമാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോഴിക്കോട് ഉണ്ടായത്. ഞാൻ പക്ഷേ അതിന് അടിവരയിട്ടത് ഇന്നാണ്. ഇന്ന് ഞാൻ അടിവരയിട്ടു, രാവിലെ മുതൽ വൈകുന്നേരം എത്തിയപ്പോഴേക്കും. അത് ശരിയായ ചരിത്ര വിജയമാണ്. അത് ശരിക്കും ആവർത്തിക്കാൻ പോവുകയാണ്. അതിൽ ഈ ജില്ലയിൽ നിന്ന് UDF MLA-മാരുണ്ടാകുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കൊയിലാണ്ടി നിൽക്കണം.
പാർലമെന്റ് ഇലക്ഷനിൽ ഷാഫി പറമ്പിലിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തതുപോലെ ഈ ജില്ലയിൽ UDF സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലം ഇതാകണം. ഏറ്റോ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഉറപ്പ് വേണം എനിക്ക്. ആ ഉറപ്പ് ഞാൻ ഏറ്റുവാങ്ങുന്നു. നമ്മൾ ഈ ദുർഭരണത്തിൻ്റെ അന്ത്യം കുറിക്കും. അന്ത്യം. എന്നിട്ടൊരു പുതുയുഗത്തിന് നമ്മൾ തുടക്കം കുറിക്കും. ഇവർ കേരളത്തെ തകർത്തു. അടുത്ത മാസം പിണറായി വിജയൻ ഭരണത്തോട് സലാം പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ച് ചരിത്രത്തിലില്ലാത്ത വിധം നമ്മളെ കടത്തിൻ്റെ കാണാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. നമ്മൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താനുള്ള പരിപാടികളുമായിട്ടാണ് ഈ പുതുയുഗ യാത്ര നമ്മൾ നടത്തുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും മികച്ചതാക്കി മാറ്റാനുള്ള കർമ്മ പരിപാടികൾ, കേരളത്തിൻ്റെ സമസ്ത മേഖലയെയും ഉണർത്താനുള്ള പരിപാടികൾ. നമ്മളിപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്ന പ്രതിപക്ഷം മാത്രമല്ല, മലയാളികളുടെ ഹൃദയാഭിലാഷത്തെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. നമ്മൾ എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം കേരളത്തിനെ നമുക്ക് കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. സമ്പദ് വ്യവസ്ഥ ഉയർത്താനുള്ള സമഗ്രമായ പരിപാടികൾ ഉൾപ്പെടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ പ്രവർത്തനം നടത്തി ലോകത്തെല്ലായിടത്തുമുള്ള വിദഗ്ധരായ മലയാളികളുടെ സേവനമേറ്റുവാങ്ങി ഓരോ രംഗത്തും നമുക്ക് മാനിഫെസ്റ്റോയല്ല, വിഷൻ ഡോക്യുമെന്റ് വരികയാണ് കേരളത്തെ മാറ്റിയെടുക്കാൻ. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, ശരിയല്ലേ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയായി നമ്മൾ കേരളത്തിലൂടെ നടത്തും. നാളെ രാവിലെ കോഴിക്കോട് നമ്മൾ രൂപീകരിച്ച ഹെൽത്ത് കമ്മീഷൻ, 300-ലധികം ഡോക്ടർമാർ പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ്, 150-ലധികം ഡോക്ടർമാർ കഴിഞ്ഞ 8 മാസമായി ജോലിയെടുക്കുകയാണ്. കേരളത്തെ ആരോഗ്യരംഗത്തിൻ്റെ ഭാവിയെ മുഴുവൻ നിശ്ചയിക്കുന്ന ഹെൽത്തിൻ്റെ ഒരു വിഷൻ ഡോക്യുമെന്റ് നാളെ നമ്മൾ കോഴിക്കോട് അവതരിപ്പിക്കുക. ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് അതിവിടെ പ്രാവർത്തികമാക്കും. UDF ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്ക് കേരളത്തിലേക്ക് ആളുകൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റായി ആരോഗ്യ കേരളത്തെ നമ്മൾ മാറ്റും. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ, പ്രോഗ്രാമുകൾക്ക്, അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ പ്രോഗ്രാമുകൾക്ക്. UDF വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ജർമ്മനിയിലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും യൂണിവേഴ്സിറ്റികളിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവർ പഠിത്തം കഴിഞ്ഞ് പുറത്തു വന്നാൽ തൊഴിലെങ്കിൽ തൊഴിൽ, സംരംഭമെങ്കിൽ സംരംഭം, അതിനുള്ള സമഗ്രമായ ഒരു പദ്ധതി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. ചെറുപ്പക്കാർക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാവും. കാർഷിക മേഖലയിൽ വലിയൊരു പാക്കേജ് വരികയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളോട് വൈകിയ വേളയിൽ സൂചിപ്പിക്കുന്നില്ല, സസ്പെൻസ് കളയണ്ട. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും, ഒരു ദുർഭരണത്തിൻ്റെ അന്ത്യം കുറിച്ച് പുതുയുഗത്തിന് തിരശീല ഉയരുകയാണ് കേരളത്തിൽ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇനി കേരളം പിന്നോട്ട് നടക്കില്ല, ഇനി കേരളം മുന്നോട്ട് കുതിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളുമായി, സ്വപ്നതുല്യമായ പദ്ധതികളുമായി, നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കേരളത്തെ മാറ്റിയെടുക്കും. ഈ ദുർഭരണം തകർത്ത കേരളത്തെ 5 നയാ പൈസ ഇല്ല, 5 നയാ പൈസ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് നമ്മൾ ആരോപണം ഉന്നയിച്ചു. ഒരു കാര്യമില്ല. നമുക്ക് ധാരാളം പദ്ധതികൾ നമ്മൾ വരികയാണ് എല്ലാ മേഖലകളെയും ഉണർത്താൻ. തീരദേശത്ത് പട്ടിണിയും പരിവട്ടവുമാണ്, മത്സ്യലഭ്യത പോലുമില്ല. ആ തീരപ്രദേശത്ത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്നൊരു പദ്ധതി വരികയാണ്. നമുക്ക് 2 ഇന്റർനാഷണൽ സീ പോർട്ടുകളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 13 മിനി പോർട്ടുകളുണ്ട്. ഇത് 600 കിലോമീറ്റർ കടലാണ്. അതിനെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന കോസ്റ്റൽ ഷിപ്പിംഗ് വരികയാണ്.
നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 75-80% കടലിലൂടെ പോകും. ഇതിൻ്റെ 1/4 ചെലവിൽ റോഡ് ഫ്രീ ആവും. മാത്രമല്ല, കേരളം സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള മാരിടൈം എക്സ്പേർട്സും ഷിപ്പിംഗ് എക്സ്പേർട്സും ഉള്ള ഒരു പദ്ധതി കൊച്ചിയിൽ പ്രഖ്യാപിക്കും. നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ 2 സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. കണ്ണൂരിനെയും നമ്മളെ കൊച്ചിയെയും സമഗ്രം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി. 27 ഏവിയേഷൻ പ്രോജക്റ്റുകൾ, പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതും നമ്മൾ കൊണ്ടുവരും. ഞാൻ എല്ലാം അറിയാതെ ഈ ആവേശത്തിലെല്ലാം പറയണ്ട, അത് വരും. മാറ്റമുണ്ടാകും കേരളത്തിൽ. ഈ ദുർഭരണം മാറി ഒരു പുതിയ കേരളം ഇവിടെ ഉണ്ടാകും. ഇവർ കേരളത്തെ ഇപ്പോൾ വർഗീയവൽക്കരിക്കാൻ നോക്കിയാണ്. എല്ലാം കഴിഞ്ഞു. എന്തായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? ന്യൂനപക്ഷ പ്രേമമായിരുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങൾ, ഇസ്രായേലിലെ യുദ്ധം, പാലസ്തീൻ, പൗരത്വ രജിസ്റ്റർ. ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ തട്ടിപ്പാന്ന്. വോട്ട് കൊടുത്തില്ല. അപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി. നേരെ ഡൽഹിയിൽ ചെന്ന് പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ പറ്റി മോശമായി ഇന്റർവ്യൂ കൊടുത്തു ഹിന്ദു പത്രത്തിൽ. പിന്നെ കിങ്കരന്മാരുടെ വരവായി. AK ബാലൻ, ഒരു സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി മലപ്പുറത്ത് ജയിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറയാ. അവരുടെ പേര് നോക്കിയാൽ അറിയാമെന്നാണ് പറയുന്നത്. ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? ഇതുപോലെ ഒരുത്തൻ ആ മന്ത്രിസഭയിൽ ഒരാൾ, ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഇതുപോലെ ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. ജയിച്ചു വന്നവരുടെ പേര് നോക്കണം എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവര് ചേട്ടൻ ബാവയുടെ വഴിയെ തന്നെയാണ് അനിയൻ ബാവ പോകുന്നത്. ഡൽഹിയിലിരിക്കുന്ന ചേട്ടൻ ബാവയുടെ അതേ വഴി. BJP എന്താ ചെയ്യുന്നത്? വിദ്വേഷ പ്രസംഗം നടത്തി ആളുകളെ ഭിന്നിപ്പിച്ച്, മതങ്ങളെ ഭിന്നിപ്പിച്ച്, തമ്മിലടിപ്പിച്ച് യുദ്ധം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. കേരളത്തിലെ CPM അതിൻ്റെ പാതയിലാണ്. ഭൂരിപക്ഷ പ്രീണനമാണിപ്പോൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കൺഫ്യൂഷനായി. ഭൂരിപക്ഷം ഇല്ല, ന്യൂനപക്ഷം ഇല്ല കൂടെ. ഇതാണ് വർഗീയതയാണ്. വർഗീയത പ്രചരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ വർഗീയത പറയാൻ ഒരു ശക്തിയെയും നമ്മൾ സമ്മതിക്കില്ല. UDF ഉണ്ടാകും ചോദ്യം ചെയ്യാൻ. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും 4 വോട്ട് കിട്ടാൻ വേണ്ടി അതുമായി കോംപ്രമൈസ് ചെയ്യില്ല. നമ്മുടെ നാട് മതേതരമാണ്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറെ നാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല, ഓർമ്മയാവും. പിന്നെ ഓർമ്മയിലും ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകും. നമ്മുടെ കേരളം, നമ്മുടെ മക്കളുണ്ടാകും, കൊച്ചുമക്കളുണ്ടാകും. അവർ ജീവിക്കുന്ന ഈ കേരളത്തെ തകർക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ ഈ ഉറച്ച നിലപാട്, രാഷ്ട്രീയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഈ നിലപാട്, ഞാൻ വിചാരിക്കുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് ഈ നിലപാടിനെ സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട്. ഞങ്ങൾ കണ്ണൂരിലെത്തിയപ്പോൾ ഞെട്ടി. APCC പ്രസിഡന്റിന്റെ നാടാണ്. CPM-നിപ്പോ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. ഫണ്ട് പിരിവാണ് അവന്റെ പേര്, എന്നിട്ട് അടിച്ചു മാറ്റുക. ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ച് പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റിനെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അതുപോലെ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. അയാൾക്ക് ഇത് കള്ള മുതലാണെന്ന് അറിയില്ല. എന്നിട്ട് വ്യാജ ചെമ്പുണ്ടാക്കി അതിന് സ്വർണം പൂശി അവിടെ കൊണ്ടുവച്ച വിരുദ്ധന്മാർ 3 നേതാക്കൾ ജയിലില്ല. അവർക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് പറഞ്ഞ് തെളിവ് കൊണ്ടുവന്ന ആൾക്കെതിരെ നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് CPM-ന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. എവിടെ പോയി നിൽക്കുന്നു പാർട്ടി? അഭിമന്യുവിന്റെ ഫണ്ട് കട്ടെടുത്തു കൊച്ചിയിൽ. തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ഉണ്ടായി, ചെറുപ്പക്കാരനാണ്, സംഘപരിവാർ കൊന്നത്. അവൻ്റെയും അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി കാസർഗോഡേക്ക് പുതുയുഗ യാത്ര ആരംഭിക്കാൻ പോകുമ്പോൾ ആ രക്തസാക്ഷിയായ CPM-ന്റെ രക്തസാക്ഷി വിഷ്ണുവിൻ്റെ കുടുംബം അവർക്ക് കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്.
പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഇവർക്ക് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളോടാണ് താല്പര്യം. ചന്ദ്രശേഖരൻ വധക്കേസിലെ എല്ലാ പ്രതികൾക്കും പരോളാണ്. 1000-ലധികം ദിവസമാണ് പരോള്. സ്വന്തക്കാർ, ഏറ്റവും അടുത്ത സ്വന്തക്കാർ മരിക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും സീരിയസ് ആകുമ്പോഴാണ് പരോള് കൊടുക്കുന്നത്. 1000 ദിവസം ഇവരുടെ സ്വന്തക്കാരും മരിച്ചോ കൊടുക്കുകയാണ് കുടുംബത്തിനോട് ഒരുമിച്ച് താമസിക്കാൻ. ഒരു കുടുംബത്തിന്റെ നാഥനെയാണ് കൊന്നത്. എന്നിട്ട് പ്രതികൾക്ക് കുടുംബത്തോടെ താമസിക്കാൻ വേണ്ടി പരോള്. ഇനി പരോളില്ലെങ്കിൽ എന്താ, ജയിലിൽ എന്താ ഗോള്? ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ചോദിച്ചാൽ വന്നാൽ ഇപ്പൊ iPhone 17 ആണ്. ഷാഫിക്ക് അറിയുള്ളത് 17 വന്നപ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റി അവിടെ ഫോൺ കൊണ്ടുപോയി കൊടുത്തു. ഇനി 18 ആയ അപ്പം അത് മാറ്റി വേറെ കൊണ്ടേ കൊടുക്കും. ഭക്ഷണം തലേ ദിവസം പറയും. ആർക്ക്? ജയിലിൽ ഈ പ്രതികൾക്ക്. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ, പിന്നെ മറ്റേ സാധനം അത് തലയാഴ്ച ബ്രാൻഡ് പറയണം കൊണ്ടേ കൊടുക്കും. ഇനി പുറത്തു വന്നാൽ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞാൻ പിണറായി വിജയനോട് പറഞ്ഞു, പാവങ്ങളല്ലേ, ചൂടല്ലേ, ഒരു AC കൂടി വെച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു കുറവ് മാത്രമേ അവർക്കുള്ളൂ. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു, ക്രിമിനലുകളെയാണ് ഇങ്ങനെ സഹായിക്കുന്നത്, എന്താ കാര്യം എന്നറിയാം? വെറുതെ ഒന്നുമല്ല, വെറുതെ ജില്ലാ കമ്മിറ്റി ജയിൽ ഒരു ഗൂഢാലോചന ചന്ദ്രശേഖരൻ കൊലക്കേസിലുണ്ട്. അത് ഇവർ പുറത്തു പറയുമെന്ന് പറഞ്ഞ് ഈ പ്രതികളെല്ലാം ഇവന്മാരെ പേടിപ്പിക്കും. അത് പുറത്തു വന്നാൽ ഇപ്പം സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പലരും ജയിലിൽ പോകും. അത് കാരണമാണ് ജില്ലാ കമ്മിറ്റി എന്ത് ചോദിച്ചാലും കൊണ്ടേ കൊടുക്കും പ്രതികൾക്ക്. പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന, ഞാൻ ഞെട്ടിപ്പോയി. പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാനിങ്ങനെ നോട്ടമാണ് എല്ലായിടത്തേക്ക്, എവിടെയാണ് സാങ്കേതിക വിദ്യ പുതിയത് വന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ റോബോട്ടിക്സോ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ജയിൽ DIGക്ക് പരോള് കിട്ടാൻ വേണ്ടി ജയിലിൽ കിടക്കണവന്മാർ ഗൂഗിൾ പേയിൽ കൈക്കൂലി കൊടുത്തു. അപ്പൊ ഗൂഗിൾ പേയിൽ കൈക്കൂലി കൊടുക്കാം എന്നുള്ള സാങ്കേതിക വിദ്യ ലോകത്താദ്യമായി കണ്ടുപിടിച്ചത് പിണറായി വിജയന്റെ ജയിൽ വകുപ്പിലാണ്. സമ്മതിക്കണം അല്ലേ? ഗൂഗിൾ പേയിൽ കൈക്കൂലി കൊടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് DIG കൊടുക്കുക. ക്രിമിനലുകൾ, ഗുണ്ടകൾ, മയക്കുമരുന്ന് മാഫിയ എല്ലാം പുറത്താ. മയക്കുമരുന്ന് കേസ് ഇന്ത്യയുടെ തലസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. ഞങ്ങൾ നിയമസഭയിൽ ചോദിക്കുമ്പോൾ പറയും 10,000 കേസ് കൂടുതലെടുത്തു. ഞാൻ ആ കേസുകളൊക്കെ പരിശോധിച്ചു. അപ്പം എന്താ, ഈ വലിക്കുന്ന പിള്ളേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിർത്തും, 3 മണിക്കൂർ കഴിയുമ്പോൾ ജാമ്യം കൊടുക്കും. പിഒമാർ 3 മണിക്കൂർ വലിക്കാൻ പറ്റാതെ പുറത്ത് വന്നിട്ട് ആ 3 മണിക്കൂറിൻ്റെ പലിശയ്ക്ക് കൂടി വലിക്കും. അല്ലാതെ ഇത് എവിടെ നിന്നാണ് വന്നത്, ഏത് വഴിയാണ് വരുന്നത്, കടലിലാണോ ട്രെയിനിലാണോ റോഡിലാണോ ഏത് മാർഗത്തിലൂടെയാണ് ഇത് വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ, എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല. മനസ്സിലായിക്കൊള്ളാം. നമ്മുടെ കുടുംബങ്ങളിൽ മുഴുവൻ പ്രശ്നമാണ്. യുവത്വം നശിക്കുകയാണ്. ചെറുവിരൽ അനക്കുന്നില്ല. ഒന്നും പോട്ടെ, ആ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മന്ത്രി ഉണ്ടല്ലോ നിങ്ങളുടെ MP രാജേഷ്, എന്താ പ്രസംഗം, കംപ്ലീറ്റ് കേരളം മാറിയെന്നാ പറയണത്. കേരളത്തിൽ കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് എത്ര പേരെ പട്ടിയടിച്ചെന്നറിയോ? 4 ലക്ഷം പേരെ പട്ടിയടിച്ചു. എൻ്റെ നാട്ടിലൊരു കുഞ്ഞിൻ്റെ ചെവി കടിച്ചെടുത്തു. 4 ലക്ഷം പേരെയാണ് പട്ടി കടിച്ചത്. എന്നിട്ട് കേരളം നമ്മുടെ കാശിൻ്റെ വെച്ച്, നമ്മുടെ നികുതി പണം വെച്ച് ഹോർഡിങ് വെച്ചേക്കുവാണ്. ക്ലീൻ സ്റ്റേറ്റ് ആണ്. ക്ലീൻ സ്റ്റേറ്റിലാണ് 4 ലക്ഷം പട്ടി ഇറങ്ങി ഈ ചവറ് മുഴുവൻ വാരി കഴിച്ച് ഈ നാട് മുഴുവൻ ആളുകളെ പട്ടിയടി. പിള്ളേരെ സ്കൂളിൽ വിടാൻ പേടിയാണ് അല്ലേ? ആ പട്ടി ആക്രമിക്കുകയാണ്. ബൈക്കിൽ പോകാൻ പേടിയാണ്. പട്ടി ആക്രമിക്കുക, ഇറങ്ങി ഒരു സ്ഥലത്ത് നടക്കാൻ പേടിയാണ്. 4 ലക്ഷം പേരെ പട്ടി കടിച്ചതാണ് ഇയാളുടെ നേട്ടം. പേടിച്ചോടി വീണു മരിച്ചു ഒരു കുട്ടി കൂത്തുപറമ്പിൽ. ഈ പട്ടി എല്ലായിടത്തും പേടിച്ചാണ് ആളുകൾ നടക്കുന്നത്. എന്നിട്ടാണ് ക്ലീൻസ്. ഞാൻ അതിൻ്റെ വിശേഷമൊന്നും പറയുന്നില്ല. ഇവർ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞു ഇങ്ങനെ 1200 രൂപയുടെ പെൻഷൻ ഇല്ലേ, 2500 രൂപയ്ക്കെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞ ഓർമ്മയില്ലേ? 2021 ചെയ്തോ? ഇപ്പം ഈ ഇലക്ഷൻ്റെ 4.25 വർഷക്കാലം ഒറ്റ പൈസ കൂട്ടിയ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് 4.25 വർഷം കഴിഞ്ഞപ്പോൾ 400 രൂപ കൂട്ടിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ജനത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത്, ഇത് കണ്ട് വോട്ട് ചെയ്യില്ല. അവരെന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു, പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എം എം മണി ഇടുക്കിയിൽ പറഞ്ഞു, കൊള്ളരുതാത്തവന്മാർ
ഞങ്ങളുടെ കാശും മേടിച്ച് ഇവർക്ക് കൊണ്ടേ വോട്ട് ചെയ്ത്. മണിസഖാവേ, അവർ കൊള്ളരുതാത്തവന്മാരായിട്ടല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അവർക്കറിയാം ഈ 2 മാസം LDF ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുള്ളൂ, അടുത്ത 5 കൊല്ലം പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്നവർക്ക്. ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ UDF, പഴയ UDF അല്ല, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചോ, അവന്മാർ നമുക്ക് വോട്ട് ചെയ്യാൻ പോകും. ഇടതുപക്ഷ സഹയാത്രികരുണ്ട്, നല്ല മനുഷ്യർ, ചേർത്ത് പിടിച്ചോ. നമ്മളെക്കാൾ ആഗ്രഹന്മാരെ താഴെ ഇറക്കാനാ. എന്താ സച്ചിദാനന്ദൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ കവി, പറഞ്ഞത്? തുടർ ഭരണം വേണ്ട. മലയാളിയുടെ പ്രിയങ്കരിയായ സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 വേണ്ട. പക്ഷെ ഞാൻ ഈ പിണറായി 3 എന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. എന്താ കാര്യം എന്നറിയാം? അതായത് അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ, എൻ്റെ അമ്മേ ഇവന്മാർ വീണ്ടും വരുമോ എന്നുള്ള പേടി വരും. അത് തന്നെ പേടിക്കണ്ട നിങ്ങൾ. ജനങ്ങൾക്കറിയാം ഇത് വന്നാൽ സംഭവിക്കാൻ പോണ എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ ഹൃദയാഭിലാഷമാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. പോരാളികളെ പോലെ പ്രവർത്തിക്കുക. 2001 ജയിച്ചത് കൊയിലാണ്ടി, അല്ലേ? 2001 ജയിച്ചത്. ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കൊയിലാണ്ടി പ്രവീണ 1ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് കൊയിലാണ്ടി. ഇവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഏറ്റെടുത്തിട്ടുണ്ട്, ഇല്ലേ? ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വിജയം, ഇനി ആ വിജയം ആഘോഷിക്കാൻ ഇവിടെ വരാം ഒന്നുകൂടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് സത്യത്തിൽ എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു.